അപ്പോൾ ജെയിംസ് കുട്ടി എന്നോടൊപ്പം ചേരുന്നത് കൊട്ടാരക്കരയിൽ നിന്നാണ്. ശ്രീ ജെയിംസ് കുട്ടി. ഹലോ. ശ്രീ ജെയിംസ് കുട്ടി, ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു മാറ്റമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരിക്കലും കേരളത്തിലെ നിലവിലെ സാഹചര്യം വെച്ചൊരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കാരണം കേരളത്തില് ഈ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ട് BJPക്ക് അധികാരത്തിൽ വരാം എന്നുള്ള ഒരു ചിന്തയോട് വേണം അവർ ചില നിലപാടുകൾ എടുക്കുന്നത്. പക്ഷേ അവരുടെ കേരളത്തിൽ ഒരുപക്ഷെ കുറച്ചൊക്കെ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ വെച്ചുകൊണ്ട് അവരിപ്പോഴും തൃശ്ശൂർ ഉൾപ്പെടെയുള്ളിടത്ത് സുരേഷ് ഗോപിയെ നമ്മൾ വിജയിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ സുരേഷ് ഗോപി എന്ന് പറയുന്നത് ആ ജനപ്രതി കാണിച്ചു കൂട്ടുന്നതായ ഒരു നിലവാരം കുറഞ്ഞതായ ഒരു നിലപാട് കേരളത്തിന് ഒരു പൈസയുടെ നേട്ടം പോലും അദ്ദേഹത്തിന് നമുക്കുണ്ടായിട്ടില്ല. എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടായിട്ടുണ്ടോ? ഒരു MP എന്ന രീതിയിൽ ഏത് സംസ്ഥാനത്ത് നിന്നും ഏത് വ്യക്തികളെ നമ്മൾ ജനപ്രതി എന്ന രീതിയിൽ നമ്മൾ തെരഞ്ഞെടുത്ത് വിടുമ്പോൾ അവർ ആ സംസ്ഥാനത്തിൻ്റെതായ അങ്ങനെ നമ്മൾ അദ്ദേഹത്തിന് കിട്ടുന്ന പൈസയൊക്കെ അതേ അവിടെ സ്പെൻഡ് ചെയ്യുന്നില്ലേ? നമുക്ക് ഒരു MPയുടെ പേഴ്സണൽ ഫണ്ട് അല്ല, MPയുടെ പേഴ്സണൽ ഫണ്ട് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനല്ല, അങ്ങനെ കൂടെ നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് ബന്ധപ്പെട്ട് നമുക്ക് വലിയ വലിയ പ്രോജക്റ്റുകളില്ല. ഇപ്പൊ തന്നെ എയിംസ് ഉണ്ട്, ഇങ്ങനത്തുള്ള വലിയ പദ്ധതികൾ അതൊക്കെ പറയുന്നത്. കേരളത്തിലെ മുഴുവൻ MP-മാരും ശ്രമിക്കല്ലേ? ഒരിക്കലും മറ്റൊന്നും കൊണ്ട് പറയുകയല്ല. രാഷ്ട്രീയത്തിന്റെ ഒരു നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയിലാണ് വിശ്വസിക്കുന്നത്. അല്ല, ഞാനൊരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. ഞാൻ പൊതുവിൽ പറഞ്ഞാണ്. നമ്മളിപ്പോ 19 MP-മാരുണ്ട് നമ്മുടെ കേരളത്തിൽ. അത് നിങ്ങൾ ഒരു പൊതു നയം എടുക്കുകയാണ്. MP-മാരൊന്നും പറ്റുന്നില്ല. കഴിഞ്ഞ തവണ നിങ്ങൾ പറഞ്ഞു MP. അല്ല, അതുകൊണ്ടല്ല കേന്ദ്രം. പക്ഷെ അതിലൊരു MP പാർട്ടി മാറി നിങ്ങളുടെ കൂടെ വന്നപ്പോൾ നിങ്ങൾ പെട്ടെന്ന് അയാളെ നല്ലവനാക്കി. അല്ല എന്നല്ല പറഞ്ഞു. അത് പക്ഷെ അവർ നിലപാട് മാറ്റുമ്പോൾ അവരത് അംഗീകരിക്കുക സ്വാഭാവികമല്ല. അവർ അംഗീകരിക്കുന്ന പറഞ്ഞാൽ അപ്പൊ അത്രയും കാലം കഴിവില്ലാത്ത ആളായിരുന്നെന്ന് നിങ്ങൾ നമ്മളിപ്പോ കേന്ദ്രം ഭരിക്കുന്നത് BJP ഇല്ലയോ? അവരുടെ നിലപാട് എന്താണ്? ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനമായ കേരളത്തിൽ അവർ ഏതെല്ലാം രീതിയിൽ അവരെ ഏറ്റവും പുറകോട്ടടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. എല്ലാ ഫണ്ട് നമ്മുടെ കേരളം ഉൾപ്പെടെ ഉള്ളത് നമുക്ക് വൻ ടാക്സ് പിരിച്ചുകൊണ്ട് പോകുന്നു. അതിന് എത്ര രൂപ നമുക്ക് കിട്ടുന്നത്? നമുക്ക് 3.95 കിട്ടിക്കൊണ്ടിരുന്നതായ നമ്മുടെ ജനസംഖ്യ ആനുപാതികമായ നമ്മളുടെ ജനസംഖ്യ കുറഞ്ഞു. അതിനെ പക്ഷെ എനിക്ക് എന്താണെന്നറിയും, ഞാൻ കൂടുതൽ ഒരു ശ്രീ ജെയിംസ് കുട്ടി, ഞാനൊരു കേരളീയൻ എന്നതിനേക്കാൾ എനിക്ക് സന്തോഷം തന്നെ. പക്ഷെ ഞാനൊരു ഇന്ത്യക്കാരനാണെന്നുള്ളതാണ് എന്നെ ഏറ്റവും അധികം എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഞാൻ ഇപ്പൊ പറയാണ്, ഏറ്റവും നികുതി കൊടുക്കുന്ന ആൾക്ക് തന്നെ ആ പണം തിരിച്ചു കിട്ടണം എന്ന് പറയുന്നത് ശരിയാണ്. അപ്പൊ നമുക്ക് ഞാൻ നികുതി അടയ്ക്കുന്ന എന്തിനാണ്? അട്ടപ്പാടി അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള പ്രദേശത്ത് ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവർക്ക് സഹായം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണല്ലോ നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ ബീഹാർ അല്ല ശ്രീ ജെയിംസ് കുട്ടി, ഞാൻ അങ്ങനെ സമയം തരാം. ബീഹാർ, ഉത്തർപ്രദേശ് ഇതൊക്കെ കുറേ ഭയങ്കരമായ ദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യരവിടെ ഉണ്ട്. അപ്പൊ അവർക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ എനിക്കത് സന്തോഷമുള്ള ഒരു കാര്യമാണ് എന്നെ വ്യക്തിപരമായിട്ട്. അപ്പൊ നമ്മൾ ഇതെല്ലാം ഞങ്ങൾ അടയ്ക്കുന്നു അതുകൊണ്ട് എനിക്ക് കിട്ടണം, അപ്പൊ ഇനി കുറച്ച് നാളെ പറയണം ഞാനാണ് അടയ്ക്കുന്നത് അതുകൊണ്ട് എനിക്ക് തരണം എന്ന് പറയുന്നത് ശരിയാണ്. ബീഹാറിലും പിന്നെ UP-ലും വർഷം കൊണ്ട് ഭരിച്ചത് എന്തുകൊണ്ട് അവർ കേരളത്തെ പോലെ അവരെ എത്തിച്ചില്ല ആ സ്റ്റേറ്റുകളിൽ? ആരുടെ കുറ്റമാണ്? എവരല്ലേ ഭരിച്ചുകൊണ്ടിരുന്നത്? അങ്ങ് കേൾക്കാൻ തയ്യാറാണെങ്കിൽ ഞാനത് എൻ്റെ ഒരു നിരീക്ഷണം പറയാം. അങ്ങ് അതിന് തിരുത്തിക്കോ, എനിക്കതിൽ പ്രത്യേകിച്ച് ഒരു ഇതില്ല. പക്ഷേ 1960 വരെ 70 വരെ നമ്മുടെ രാജ്യത്ത് വലിയ തോതിൽ ദാരിദ്ര്യമുണ്ടായിരുന്നു. അത് ഉത്തർപ്രദേശ് അല്ല പറയാം. ഇതാണ് അങ്ങ് എന്തിനു വിഷമിക്കണമെന്ന് അങ്ങ് സമയം തരാമല്ലോ. അപ്പോൾ ഉത്തർപ്രദേശ്, ബീഹാർ തുടങ്ങിയ മേഖലകളിൽ നമുക്കറിയാം ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വലിയ തെറ്റായ സാമ്പത്തിക നയം, പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്, അവിടുത്തെ പഞ്ഞിക്കർഷകരെ ഏത് തരത്തിലാണ് അവർ ചെയ്തത്. അതുപോലെ അവിടെ നിന്ന് ഈ കോട്ടൺ പ്രത്യേകിച്ച് അവരുടെ ഇംഗ്ലണ്ടിൻ്റെ വികസനത്തിനായി കൊണ്ടുപോയത് ചൂഷണം, അതിഭീകരമായ ദാരിദ്ര്യം. അപ്പം ബംഗാൾ പ്രോവിൻസ്, നമ്മുടെ ഒറീസ ഉൾപ്പെടുന്ന ഇത് അങ്ങേ ഒരു മിനിറ്റ് അങ്ങേക്ക് ഇത് കേൾക്കാൻ ഇത്ര അസഹിഷ്ണുത എന്താ? അപ്പൊ ഒന്ന് കേൾക്ക്. അപ്പൊ ബംഗാൾ പ്രോവിൻസ് എന്ന് പറയുന്ന ആ പ്രദേശത്ത് നടത്തിയ ഫാമിനുകൾ, അതായത് അവിടുന്ന് ഭക്ഷ്യവസ്തുക്കൾ നീക്കം ചെയ്യുന്നു, അങ്ങനെ ദാരിദ്ര്യം, ലോകമഹായുദ്ധത്തിന് വേണ്ടിയുള്ള അവിടെ നിന്ന് വിഭവങ്ങൾ മാറ്റൽ, അതൊക്കെ ബീഹാറിലെയും ബംഗാളിലെയും ഉൾപ്പെടുന്ന പ്രവിശ്യ, അതുപോലെ യുണൈറ്റഡ് പ്രോവിൻസിനെയൊക്കെ ബാധിച്ചു. കേരളത്തിലും ദാരിദ്ര്യമുണ്ടായിരുന്നു. 70കളോടുകൂടി ഗൾഫ് ബൂം ഉണ്ടായി. നമ്മുടെ നാട്ടിലെ മലയാളികളായ വലിയൊരു വിഭാഗം ആളുകൾ അത് വലിയ തോതിൽ ഉപയോഗിച്ചു. അതോടൊപ്പം തന്നെ അതിൻ്റെ വിദ്യാഭ്യാസ സാധ്യതകൾ മനസ്സിലാക്കി അവർ ഇവിടെ നിന്ന് പഠിച്ചു. പറ്റാത്തവരൊക്കെ പുറത്തുപോയി മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി സ്വകാര്യ മേഖലകളിലോ ഒക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നേടി അവരത് കൂടുതൽ ഉപയോഗിച്ചു. പക്ഷേ ബീഹാറിനോ അല്ലെങ്കിൽ UP-ക്കോ അത് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം എന്താണ്? അവർക്കതിന് പറ്റിയില്ല. പക്ഷെ കേരളത്തിന് അത് കഴിഞ്ഞു. അതുകൊണ്ട് അവരെ നമ്മൾ തള്ളിക്കളയണമെന്ന് പറയാം. പിന്നെ അങ്ങ് പറഞ്ഞൊരു കാര്യം ശരിയാണ്, അവിടെ വലിയ തോതിലുള്ള അഴിമതി ഉണ്ടായിരുന്നു.
അത് അങ്ങ് പറഞ്ഞു. ഞാൻ അതാ പറഞ്ഞത്. അവിടെ മുൻകാലം ഇപ്പൊ ഇടതുപക്ഷങ്ങളൊന്നും അവിടെ ഭരിച്ചിട്ടില്ല. കേരളം അപ്പൊ നമ്മൾ പറഞ്ഞു ബംഗാളിൽ ഇടതുപക്ഷം ഭരിച്ചില്ലേ? ബംഗാൾ അവർ ദീർഘകാലം ഭരിച്ചെങ്കിൽ തന്നെ അത് പിന്നീട് അവർക്ക് തുടർഭരണം നഷ്ടപ്പെട്ടു പോയി. അത് ശരിയാണ്. അതെന്ന് വെച്ചാൽ ബംഗാളിലൊക്കെ ആ തരത്തിലുള്ള ബ്രിട്ടീഷ് നയങ്ങൾ നടപ്പിലാക്കിയിരുന്നു. വലിയ നടപ്പിലാക്കിയിരുന്നേ. അതിന്റെ ഭാഗമായാണ് കേട്ടോ കേട്ടോ. അതായത് കേരളത്തിലും ബ്രിട്ടീഷുകാർ അതേ നയങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. കേരളത്തിൽ അങ്ങ് ഇത് ചരിത്രം നമുക്ക് ഞാൻ കുറച്ചും കൂടെ വിശദമായി പറയാം. നമുക്ക് രണ്ട് തലം. ഒന്ന്, നമ്മൾ ഈ തിരുവിതാംകൂർ മേഖല രാജ്യഭരണത്തിന് കീഴിലായിരുന്നു. മലബാറിലാണ് തിരുവിതാംകൂർ നമ്മുടെ രാജഭരണത്തിന്റെ കെടുതി എന്താണെന്ന് അറിയത്തില്ല. ചരിത്രം പരിശോധിച്ച് നമ്മുടെ അല്ലെന്നേ, രാജ്യഭരണം നിങ്ങൾ രണ്ട് തരത്തിൽ കാണണം. ഇപ്പൊ രാജാവ് ഒരു ജനതയിൽ നിന്ന് വിഭവങ്ങൾ ചൂഷണം ചെയ്യുകയാണെങ്കിലും അത് അതിനകത്താ നിൽക്കുന്നത്. ശക്തി വന്നിട്ട് ചൂഷണം ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് പോയി. രാജാവും രാജന്റെ കിങ്കരന്മാരും അവരെ സമൂഹം അത് സുഖിച്ച് രമിച്ചും മതിച്ച് ജീവിച്ചതാ. പക്ഷെ ഞാൻ പറയുന്നത് ആ വിഭവങ്ങളെല്ലാം എവിടെ നിൽക്കുന്നു? അത് പണമായോ സ്വർണമായോ ഈ നാട്ടിനകത്ത് തന്നെ നിൽക്കുന്നു. അവർക്ക് നമ്മുടെ പാവപ്പെട്ടവർക്ക് ജീവിക്കാനാണ്. അവർ കർഷകരും കർഷകത്തോടും എന്ത് കഷ്ടപ്പെട്ടാണ്. ഞാൻ സമ്മതിച്ചത്. ഇതാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിക്കാത്തതിന്റെ ഒരു കുഴപ്പമാണ്. അതായത് ഒരു വിഭാഗം ഇവിടെയുള്ള ആളുകളെ ചൂഷണം ചെയ്യുമ്പോൾ ഇവിടെ ആ പണം ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. മറുവശത്ത് അങ്ങനെയല്ല. മറുവശത്ത് അത് പുറത്തേക്കാണ് പോകുന്നത്. അത് തമ്മിൽ വ്യത്യാസമുണ്ട്. അല്ല, അങ്ങ് പറയുന്നത് അതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം രാജഭരണകാലത്ത് ഈ സമ്പത്ത് എന്ന് പറഞ്ഞ രാജാവിന്റെ കിങ്കന്മാർ ഉൾപ്പെടുന്നതായ ഒരു അങ്ങക്ക് മനസ്സിലാകാത്ത ഞാനൊരു കാര്യം അങ്ങക്ക് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഒരു വീട്ടിനകത്ത് 10 പേരുണ്ട്. അതിൽ ഒരാൾ 10 പേരുടെയും പൈസ എടുത്ത് കയ്യിൽ വെക്കുന്നു. ഒരു ദിവസം ആ വീട് തുല്യമായത് വീതിക്കാൻ തീരുമാനിക്കുമ്പം അത് തിരിച്ചു പോകുന്നു. പക്ഷേ അതെടുത്ത് ഒരു കള്ളൻ അതെടുത്ത് പുറത്തേക്ക് പോയി. പിന്നെ അതൊരിക്കലും അവിടേക്ക് തിരിച്ചു വരുന്നില്ല. ഇത് തമ്മിൽ വ്യത്യാസമില്ലേ? അതെ അതെ. അത് ബ്രിട്ടീഷുകാരും കേരളത്തിലും അങ്ങനെയാണ് ചെയ്തത്. പക്ഷേ അന്ന് നമ്മുടെ ജനങ്ങളെ സഹായിക്കാൻ രാജാക്കന്മാർക്ക് നമ്മുടെ ഇവിടുത്തതായ മ്ലേച്ഛവൽക്കരിക്കപ്പെട്ടതായ ഞാനിപ്പോ അത് രാജാവിന്റെ സ്തുതിപാഠകനല്ല ഞാൻ പറഞ്ഞത്. ആ ബ്രിട്ടീഷ് നയങ്ങൾ അവിടുത്തെ ജനങ്ങളെ അതിഭീകരമായ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുവന്നു. ഇപ്പൊ അങ്ങ് തന്നെ വെറുതെ ഒന്ന് ഗൂഗിൾ അടിച്ചു നോക്കിയാൽ മതി. ബംഗാൾ ഫാമിൻ. അതുപോലെ ഫാമിൻ എന്ന് എങ്ങനെയാണ് ഫാമിൻ ഉണ്ടാകുന്നത്? ആ ക്ഷാമം, ബംഗാൾ ക്ഷാമം എന്ന് പറയുന്നത് എങ്ങനെയാണ്? കേരളത്തിൽ ക്ഷാമം ഉണ്ടാകുന്നതിന്റെയൊക്കെ 100 ഇരട്ടി വ്യാപ്തിയാണ്. അത് കണ്ട് ബ്രിട്ടീഷുകാർക്ക് തന്നെ ചില ആളുകൾക്ക് തന്നെ ആകെ ദുഃഖം തോന്നി. കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ മുഴുവൻ സമ്പാദ്യം ലോകമഹായുദ്ധത്തിന് വേണ്ടി മാറ്റി. അതാണ് അത് രണ്ടും. ഞാൻ പറയുന്നത് അവിടുത്തെ മനുഷ്യർക്ക് അങ്ങനെ. അപ്പം ഇത് ഈ മുസ്ലിം വിഭാഗത്തിലെ ആളുകളെ വിശ്വാസത്തിലെടുക്കാൻ ഇനി BJPക്ക് കഴിയുമോ എന്ന ചോദ്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അതെ, യെസ്. അതായത് നിലവിലെ അവർ ന്യൂനപക്ഷ കേരളത്തിലെ മുസ്ലിം വിഭാഗങ്ങൾ എത്രത്തോളം BJPക്ക് അനുകൂലമായി നിൽക്കുമോ എന്നുള്ളത് അത് നമ്മൾ കണ്ടറിയാം. പക്ഷെ ക്രിസ്ത്യൻ വിഭാഗം എന്ന് പറയുന്നവർ ഉറച്ചൊക്കെ അവർക്ക് അനുകൂലമായിട്ട് നിന്നുകൊണ്ട് വോട്ട് കൊടുത്ത് അവർക്ക് സ്വാധീനം ചെലുത്തുന്നുണ്ട്. അത് സഭാ കേന്ദ്രങ്ങളും അത് ഒക്കെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായി നമ്മൾ പറയുകയാണെങ്കിൽ BJP എന്ന് പറഞ്ഞാൽ അവർക്ക് അധികാരം പിടിച്ചു പറ്റുക എന്നുള്ളതല്ലാതെ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ള ന്യൂനപക്ഷങ്ങൾക്ക് ഒന്നും അവർ ചെയ്യത്തില്ല. അതെ, ആത്മാർത്ഥതയില്ല. മാത്രമല്ല വടക്കേയും നമുക്കറിയാം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് കന്യാസ്ത്രീ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയും ഈ അടുത്ത സമയത്തും ഈ കഴിഞ്ഞ ആഴ്ചയും നടക്കുകയില്ലയോ. അവര് നമ്മളിങ്ങനെ വോട്ട് പിടിച്ച് അവർക്ക് അധികാരത്തിൽ വരാൻ വേണ്ടി മാത്രം ഒരു കവചമായിട്ട് ഈ പറഞ്ഞ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ അല്ലെങ്കിൽ മുസ്ലിം നിർത്തുക, അധികാരം പിടിച്ചെടുക്കുക. അത് കഴിഞ്ഞാൽ അവരെ യാതൊരു ലജ്ജയിൽ അവർ തട്ടിക്കളയുക. ഈ ഒരു മനോഭാവമാണ് അവർക്കുള്ളത്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം.